ഹലോ ഹായ് എല്ലാവർക്കും ലെന്നോടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് ജൂലൈ മാസത്തിലെ അക്കാദമിക് അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടാണ്. അതായത് ജോലി സാധ്യതകളുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ്, അത് ഈ മാസം അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് HDC അപ്ലിക്കേഷൻ ഫോർ കോപ്പറേറ്റീവ് ജോബ്സ്, അതായത് HDC അപേക്ഷ സഹകരണ ജോലികൾക്കായിട്ടുള്ള HDC അപേക്ഷ ജൂലൈ 15 വരെയാണ് കേട്ടോ. ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 15 വരെയാണ്. സഹകരണ സ്ഥാപനങ്ങളിൽ ക്ലറിക്കൽ തലം മുതൽ മുകളിലേക്കുള്ള തസ്തികകളിൽ നിയമനത്തിന് സഹായിക്കുന്ന 12 മാസത്തെ ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ്, അതായത് HDC ആൻഡ് BM കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 15 വരെയാണ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഡിഗ്രി അതുപോലെ തന്നെ ഇക്വാലന്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. 13 സഹകരണ പരിശീലന കോളേജുകളിലായിട്ട് സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന പ്രോഗ്രാമിന് കേരള സർക്കാരിന്റെയും PSCയുടെയും കോപ്പറേറ്റീവ് സർവീസ് പരീക്ഷാ ബോർഡിന്റെയും അംഗീകാരമുണ്ട് കേട്ടോ. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം അല്ലെങ്കിൽ അതിന്റെ ഇക്വാലിറ്റി ഉള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏജ് ലിമിറ്റ് പറയുന്നുണ്ട്. ഏജ് ലിമിറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 40 years as on June 1, 2025. അതായത് എന്താണ് പറയുന്നത്? 2025 ജൂൺ 1 40 വയസ്സ് കവിയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി OBC വിഭാഗക്കാർക്ക്, പട്ടിക OBC വിഭാഗക്കാർക്ക് യഥാക്രമം 45, 43 വരെ ആകാം കേട്ടോ. അപ്പോൾ ഏജ് റിലാക്സേഷൻ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് OBC കാൻഡിഡേറ്റ്സ് ഇറ്റ് ക്യാൻ ബി അപ് ടു 45 അല്ലെങ്കിൽ 43 റെസ്പെക്റ്റീവ്ലി അങ്ങനെ ആവാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ the ranking is based on the aggregate marks in all semesters of the undergraduate program. എന്താണ് പറയുന്നത്? എന്താണ് ബിരുദ പ്രോഗ്രാമിലെ എല്ലാ സെമസ്റ്ററുകളിലെയും മൊത്തം മാർക്ക് നോക്കിയായിരിക്കും റാങ്കിങ് ഉണ്ടായിരിക്കുക. അപ്പോൾ HDC അപ്ലിക്കേഷൻ ഫോർ കോപ്പറേറ്റീവ് ജോബ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2025 ജൂലൈ 15 ആണ്. യോഗ്യത എന്ന് പറയുന്നത് ബിരുദമാണ്. കോഴ്സ് 13 സ്ഥാപനങ്ങളാണുള്ളത്. സഹകരണ സ്ഥാപനങ്ങളിൽ ക്ലറിക്കൽ തലം മുതൽ മുകളിലേക്കുള്ള തസ്തികകളിൽ നിയമനത്തിന് സഹായിക്കുന്ന 12 മാസത്തെ ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ്, അതായത് HDC ആൻഡ് BM പ്രോഗ്രാമിന് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 15 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. 13 സഹകരണ പരിശീലന കോളേജുകളിലായിട്ട് സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന പ്രോഗ്രാമിന് കേരള സർക്കാരിന്റെയും PSCയുടെയും കോപ്പറേറ്റീവ് സർവീസ് പരീക്ഷാ ബോർഡിന്റെയും അംഗീകാരം ഉണ്ടായിരിക്കുന്നതായിരിക്കും. എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്? ഏതെങ്കിലും വിഷയത്തിലെ ബിരുദം, തുല്യത അതുപോലെ തന്നെ അതിന്റെ ഇക്വാലിറ്റി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. 2025 ജൂൺ 1 40 വയസ്സ് കവിയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. SC ST അതുപോലെ തന്നെ OBC കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ട്. 45 to 45 അല്ലെ, 45 to 43 അല്ലെ. അതുപോലെ തന്നെ ബിരുദ പ്രോഗ്രാമിലെ എല്ലാ സെമിസ്റ്ററുകളെയും മൊത്തം മാർക്ക് നോക്കിയായിരിക്കും എന്ത് റാങ്കിങ് ഉണ്ടായിരിക്കുക കേട്ടോ. പിന്നെ PG ഉള്ളവർക്ക് നമ്മൾ പറഞ്ഞു ഇതിലെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതിന്റെ ഇക്വാലിറ്റി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. PG ഉള്ളവർക്ക് എന്തുണ്ട്? ഗ്രേസ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ അവിടെ തന്നെ വർക്ക് ചെയ്തവർക്ക് അത് സീറ്റ്സ് ഫോർ കോപ്പറേറ്റീവ് എംപ്ലോയീസ് വിൽ ബി റിസർവ് ഫോർ ദ പെർമനന്റ് എംപ്ലോയീസ് വിത്ത് അറ്റ്ലീസ്റ്റ് 1 year ഓഫ് ഫുൾ സർവീസസ് ഓൺ ജൂൺ 1, 2025. അതായത് സഹകരണ സംഘം ജീവനക്കാർക്കുള്ള സീറ്റുകൾ 2025 ജൂൺ 1 ഒരു വർഷത്തെയെങ്കിലും ഫുൾ സർവീസ് ഉള്ള സ്ഥിരം ജീവനക്കാർക്കായിരിക്കും പ്രവേശനം ഉണ്ടായിരിക്കുക. സേവന ദൈർഘ്യം അടിസ്ഥാനമാക്കി ഇവര് റാങ്ക് നിശ്ചയിച്ചതായിരിക്കും. അവർക്ക് എന്തുണ്ടായിരിക്കില്ല? പ്രായപരിധി ഉണ്ടായിരിക്കുന്നതായിരിക്കില്ല കേട്ടോ. The rank will be determined based on the length of services and there is no age limit for them. Application fees എന്ന് പറയുന്നത് 250 രൂപയാണ്. ഇനി കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള എംപ്ലോയീസിന് 350 രൂപയാണ്. ഷെഡ്യൂൾ കാസ്റ്റിന് 85 രൂപയാണ്. കോഴ്സ് ഫീ എന്ന് പറയുന്നത് എത്രയാണ്? 23,990 രൂപയാണ് അല്ലെ. 23,990 rupees for the course for HDC application. ഇനി കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ www.scu.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. ജൂലൈ 15 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡിഗ്രി ഉള്ളവർക്കാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക. PG ഉള്ളവർക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 250 രൂപയാണ്. സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് 350 രൂപയാണ് ഫീസ്. ഷെഡ്യൂൾ കാസ്റ്റിന് 85 രൂപമാണ്. കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 23,990 rupees ആണ്. കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ www.scu.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. അടുത്തത്
അപ്ലിക്കേഷൻസ് ഫോർ 44 ITIs അണ്ടർ SC ഡിപ്പാർട്ട്മെന്റ്. അതായത് SC വകുപ്പിന് കീഴിലെ 44 ITIകളിലേക്ക് അപേക്ഷിക്കാം. ജൂലൈ 16 വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റുക. Applications can be made till July 16 for various metric, non-metric trades in 44 ITIs under the Schedule Caste Development Department. Okay. The seat reservation എന്ന് പറയുന്നത് 80% ഷെഡ്യൂൾ കാസ്റ്റിനും 10% ഷെഡ്യൂൾ ട്രൈബ്സിനും ആൻഡ് 10% ഫോർ others. എന്താണ് പറഞ്ഞത്? പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള 44 ITകളിലെ വിവിധ മെട്രിക് നോൺ മെട്രിക് ട്രേഡുകളിലേക്ക് ജൂലൈ 16 വരെ അപേക്ഷിക്കാവുന്നതാണ്. 80% ഷെഡ്യൂൾ കാസ്റ്റിനും 10% പട്ടികവർഗം 10% മറ്റുള്ളവർ എന്നിങ്ങനെയാണ് സീറ്റ് സംവരണം ഉണ്ടായിരിക്കുന്നത്. ഇനി ഇതിന്റെ കോഴ്സസ് ഏതൊക്കെയാ ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഇലക്ട്രീഷ്യൻ, മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിൾ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ, പെയിന്റർ ജനറൽ ഫോർ all 2 years, woodwork technician, plumber, welder, sieving technology all 1 year, driver cum mechanic LMV 6 months അതിലെ കോഴ്സസ് പറയുന്നത്. ഇതിന്റെ യോഗ്യതയെ കുറിച്ച് പറയുകയാണെങ്കിൽ സെലക്ഷൻ വിൽ ബി ബേസ്ഡ് ഓൺ മാർക്സ് obtained in SSLC. അപ്പൊ 10ാം ക്ലാസ് മതിയാവും. SSLCക്ക് ഇംഗ്ലീഷ്, കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയ്ക്ക് ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് തെരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുക. ഇനി ഉയർന്ന യോഗ്യത ഉള്ളവർക്ക് ഇനിയിപ്പോ എനിക്ക് +2 ഉണ്ട്, ഡിഗ്രി ഉണ്ടെങ്കിൽ അതിൻ്റെതായ ഗ്രേസ് മാർക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ. ഇനി 10 തോറ്റവർക്കും ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. SSLC ഫെയിൽ കാൻഡിഡേറ്റ്സ് ഫോർ നോൺ മെട്രിക് ട്രേഡ്സ് വിൽ ഓൾസോ ബി കൺസിഡർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എലിജിബിലിറ്റി എന്ന് പറയുന്നത് സെലക്ഷൻ വിൽ ബി ബേസ്ഡ് ഓൺ മാർക്സ് obtained in SSLC in English, mathematics, physics and chemistry. Grace marks are available for higher qualification. SSLC failed candidates for non-metric trades will also be considered. For more information, contact www.scdd.kerala.gov.in. So, SSC വകുപ്പിന് കീഴിലെ 44 ITകളിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 16 വരെയാണ്. ജൂലൈ 15-ന് HDC അപേക്ഷ ജൂലൈ 15 വരെയാണ്. SSC വകുപ്പിന് കീഴിലെ 44 ITകളിലേക്ക് അപേക്ഷ ജൂലൈ 16 വരെയാണ്. ശ്രദ്ധിക്കുക. ഇനി അടുത്തത് ഇഗ്നോ ഡിഗ്രി PG. അതായത് ഇഗ്നോ എന്താണ് ഇഗ്നോ എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് അല്ലെ. അത് 2025 ജൂലൈയിൽ ആരംഭിക്കുന്ന അക്കാദമിക് സെഷനിലേക്കുള്ള ഡിഗ്രി PG ഡിപ്ലോമ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളിലേക്ക് ജൂലൈ 15 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏതൊക്കെ വിഷയങ്ങളാണുള്ളത്? MBA ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, MSc ഫിസിക്സ്, കെമിസ്ട്രി, റൂറൽ ഡെവലപ്മെന്റ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ടൂറിസം സ്റ്റഡീസ്, ഇംഗ്ലീഷ്, ഹിന്ദി, ഫിലോസഫി, Gandhi and Peace Studies, Education, Public Administration, Economics, History, Political Science, Sociology, Psychology, Adult Education, Development Studies. എവിടെ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഇതാ കിടക്കുന്നു അല്ലെ. Gender and Development Studies, Anthropology, നരവംശാസ്ത്രം, ആന്ത്രോപോളജി. നമ്മളിത് കറണ്ട് അഫയേഴ്സിൽ നമ്മുടെ ചാനലിൽ തന്നെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പോയി നോക്കുക. കൊമേഴ്സ്, സോഷ്യൽ വർക്ക്, dietetics and food service management, counseling and family therapy, library and information science, journalism and mass communication and environmental studies തുടങ്ങിയവയാണ് അവിടുത്തെ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. ഇതിലെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ https://ignoadmission.samarth.edu.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. കൂടുതൽ ഡീറ്റെയിൽസ് ആണെങ്കിൽ ഫോൺ നമ്പർ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 9447044132. അപ്പോൾ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ 2025 ജൂലൈയിൽ ആരംഭിക്കുന്ന അക്കാദമിക് സെഷനിലേക്കുള്ള ഡിഗ്രി PG ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളിലേക്ക് ജൂലൈ 15 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? സ്പെഷ്യൽ സ്കൂൾ അധ്യാപക യോഗ്യതാ കോഴ്സ് അഥവാ സ്പെഷ്യൽ സ്കൂൾ ടീച്ചിങ് എലിജിബിലിറ്റി കോഴ്സ് ആണ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ സ്വയംഭരണ സ്ഥാപനമായിട്ടുള്ള CH മുഹമ്മദ് കോയ മെമ്മോറിയൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ മെന്റലി ചലഞ്ചിലെ സ്പെഷ്യൽ സ്കൂൾ അധ്യാപക യോഗ്യതയ്ക്കുള്ള 2 വർഷത്തെ DED/SE IDD ഡിപ്ലോമ കോഴ്സ്, DVR 1 വർഷ കോഴ്സ് എന്നിവയിലെ പ്രവേശനത്തിന് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. യോഗ്യത എന്ന് പറയുന്നത് +2 50% മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 12 ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ 98925503
99 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും. അതുപോലെ വെബ്സൈറ്റും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. https://NBR-REHABcouncil.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. ഇതുപോലത്തെ വീഡിയോസ്, അക്കാദമിക് അപ്ഡേറ്റ്സും ജോബ് അപ്ഡേറ്റ്സ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.